കോടതിയുടെ ഇടപെടൽ പാർലമെന്റിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റായ വിധത്തിൽ ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിനെതിരായിട്ടുള്ള ഒരു കോടതിയുടെ ഒരു ഇടപെടലായിട്ടാണ് കിട്ടിയിടത്തോളം വിവരങ്ങൾ വെച്ചുകൊണ്ട് തോന്നുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അതിൽ ഉചിതമായ പാഠങ്ങൾ പഠിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഇപ്പം ഞാൻ ചിലപ്പോൾ സംസാരിച്ചിട്ടുള്ളപ്പോഴും അത് വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം തിരുത്തലിന് വിധേയമാക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും സഹായം കൂടാതെ തന്നെ ഞങ്ങളെല്ലാം പറയുന്നത് മനസ്സിലാക്കാൻ കഴിയണം. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമാണ്. ഒരു തൊഴിലാളി വർഗ പാർട്ടിയായി CPIMന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോട് സംവദിക്കുമ്പോൾ, ജനങ്ങളോട് ആശയവിനിമയം നടത്തുമ്പോൾ പറയുന്ന ഭാഷ സാധ്യമായത്ര ലളിതമായിരിക്കണം. അതിന് EMSനെയും AKGയും പോലുള്ളവരുടെ ഒരുപാട് ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. VS അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും ഉദാഹരണമുണ്ട്. അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ടവരെല്ലാം അതൊരു മാതൃകയാക്കി എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, മുർഷിദാബാദിലെ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞപ്പോൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറും ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള മുഹമ്മദ് സലീം അവിടെ എത്തി പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. അതിന്റെ ഭാഗമായിട്ട് പരിക്കേറ്റവരും മറ്റ് മരണമടഞ്ഞവരും അവരുടെയെല്ലാം വീടുകൾ സന്ദർശിച്ചു. ഇപ്പം അവിടെ പ്രശ്നങ്ങളുണ്ടായവരെയൊക്കെ സഹായിക്കാനും പുനരധിവസിപ്പിക്കാനും ഏത് തരത്തിലുള്ള സഹായമാണോ അവർക്ക് ആവശ്യമുള്ളത് അതെല്ലാം നൽകാനും, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നോക്കാതെ പ്രശ്നങ്ങളുണ്ടായവരുടെ എല്ലാം പ്രശ്നപരിഹാരത്തിന് വേണ്ടിയും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും ബംഗാളിലെ പാർട്ടി നീങ്ങിക്കഴിഞ്ഞു. ഞങ്ങളും ഇവിടെ ആലോചിച്ച് ഇവിടുന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അക്കാര്യം ഞങ്ങൾ ആലോചിക്കുന്നതാണ്. അല്ല, മറ്റ് വിശദാംശങ്ങളിലേക്ക് സലിം തന്നെ അതിനെക്കുറിച്ചെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. താങ്ക് യു.